പെപ്കോ ഫ്ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുരുമുളക് തിരിയിട്ട കാഴ്ചകളാണ് കാണിക്കുന്നത്. അതിലൂടെ തന്നെ കുരുമുളകിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. നമ്മൾ ഇതാ ഇവിടെ തിരിയിടുന്ന സ്റ്റേജാണ്. മൂന്നാം ട്രിപ്പിലാണ് ഇത് തിരിയിടുന്നത്. മൂന്നാം ട്രിപ്പിൽ ഇതാ തിരി വന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാം ട്രിപ്പ് ഇതിൻ്റെ കുറച്ച് ആദ്യത്തെ ഇതിൻ്റെ മുന്നിലുള്ളത് നമുക്ക് മഴ, ഭയങ്കര ശക്തമായ മഴയും നല്ല പേര്. ഇത് ഓപ്പൺ കൃഷി ആയതുകൊണ്ട് പിന്നെ ഇതിൽ കുറച്ച് മടി പിടിക്കാതെ പോളിനേഷൻ നടക്കാതെ വന്നൊരു സമയമുണ്ട്. ഇപ്പം മാറി, ഇപ്പം അത് നല്ല പോലെ മണികൾ പിടിച്ച് വരുന്നുണ്ട്. ഇപ്പം ഫുള്ള് മണി അടിക്കുന്നത്. ഇതാ തിരി വന്ന സ്റ്റേജാണ്. ഇതൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തിരി വരികയാണ്. ഈ കുരുമുളകെല്ലാം ആര് കൊണ്ടായാലും ഇതിനൊക്കെ കറക്റ്റായ സമയത്ത് പിന്നെ നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തെങ്കിൽ മാത്രമാവട്ടെ ഈ രീതിയിലാവുകയുള്ളൂ. കൂടുതൽ കൊടുക്കാനല്ല, കുറച്ച് മതി. അതിനെങ്ങനെ സംരക്ഷിച്ചത്. ഇപ്പം നമ്മൾ എല്ലാവരും പറയും, ചിലപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ പറയും ഇത് വെറുതെ ഇരിക്കുന്നവരെ പറ്റും. വെറുതെ ഇരിക്കുകയല്ല, നമ്മളൊക്കെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒറ്റയ്ക്ക് ഒരാളാണ് ഒരേക്കർ ഇതാക്കുന്നത്. അതിൻ്റെ പുറത്ത് പിന്നെ നമ്മൾ പുറത്ത് ചെന്നിട്ട് കുറേ തോട്ടങ്ങൾ നമ്മൾ ഇതേപോലെ നോക്കുന്നുണ്ട്. കുരുമുളകായാലും കാപ്പി ആണെങ്കിലും ഒക്കെ നമ്മളെ സംരക്ഷണത്തിൽ നമ്മൾ നോക്കുന്നുണ്ട്. എനിക്കൊരു നിൽക്കാൻ ഒരു മിനിറ്റ് നിൽക്കാൻ എനിക്ക് സമയമല്ല. എൻ്റെ മകൾക്ക് വീഡിയോ എടുക്കുന്നുണ്ട്. അതന്നെ ഒരു ചെറിയൊരു ക്യാപ്പ് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ഈ വീഡിയോ എടുക്കാനും കിട്ടുന്നത്. ഇത് നമ്മളൊരു കുറ്റിക്കുരുമുളകാണ്. ഒരു വർഷത്തിൻ്റെ വളർച്ച, ഒരു വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഒരു വർഷവും 2 മാസമായി. അപ്പോൾ ഈ കുരുമുളക് ഇത്രയും ഒറ്റ ഗ്രാഫ്റ്റിലാണ് ഇത്രയും വളർന്നിട്ടുള്ളത്. ഇങ്ങനെ നിങ്ങൾക്ക് എവിടെ ചെന്നാലും കാണൂല. ഇപ്പം പിന്നെ വീഡിയോസൊക്കെ എടുക്കുമ്പോഴും പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുമ്പോഴും വലുതാക്കി കാണിക്കും. നമ്മൾ എടുത്ത് അവിടെ ചെല്ലണം. അവരെടുത്ത് ചെന്ന് നോക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക ഇത് ഇത്രയുള്ളൊരു സാധനം വലുതായി കാണിക്കും. ഇത് ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾക്ക് വന്നാൽ തന്നെ ഈ കുരുമുളകിൻ്റെ ക്വാളിറ്റികളും ഓരോ വെറൈറ്റികളും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. 1 വർഷം ആകുമ്പോൾ ഒരു കുരുമുളകിൻ്റെ റൗണ്ടാണിത്. ഒരു കുരുമുളകിൻ്റെ റൗണ്ട്, കുറ്റിക്കുരുമുളകിൻ്റെ. ഇത് അവിടെ നോക്കി ഇതിലിപ്പോൾ തിരി വരുന്നുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഇത്രയും ടൈറ്റായിപ്പോയി. കുറ്റിക്കുരുമുളക് ടൈറ്റ്. ഇതിൽ തിരി വരുന്നത് തിരി വന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ മുകളം വരുന്നൊക്കെ പുതിയ തിരികൾ വരുന്നു. ഇത്രയും റൗണ്ടിൽ കുറ്റിക്കുരുമുളകാക്കിയെടുക്കാം. ഓരോ കുരുമുളകും പ്രത്യേകത ഉണ്ട്. ഈ കുരുമുളക് പുറത്തുനിന്ന് എവിടെയെങ്കിലും ഇപ്പം ഞങ്ങൾ കൊടുത്ത ആൾക്കാരുണ്ടാക്കിയെങ്കിലേ ഉള്ളൂ. അത്രയും വ്യത്യസ്ത രീതിയിലുള്ള കുരുമുളകാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇത് കുറച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ കുറേ വളങ്ങളൊന്നും കൊടുത്ത് കുറേ മരുന്നുകളൊന്നും കൊടുത്തിട്ട് ഇതിനെ സംരക്ഷിക്കേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കൃഷി രീതിയിൽ നമ്മൾ വളരെ നിസ്സാരമായിട്ട് വലിയ പൈസ മുടക്കില്ലാത്തൊരു കൃഷിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കയറ്റവള്ളി ആണെങ്കിലും കുറ്റിക്കുരുമുളകാണെങ്കിലും ഇതിനെങ്ങനെ കെട്ടിക്കൊടുത്ത് ഇതിനെങ്ങനെ കൂടുതൽ നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയും. ഒന്ന് ശ്രമിച്ചാൽ ഏതൊരു കർഷകനും ഇത് സൂപ്പർ കൃഷിയാണ്. ഇത് കരിമുണ്ടപ്പെട്ട ഒരു കൊടിയാണ്. ഇത് 7 വരേന്ന് ഇതാ തിരി ഫുള്ളായി വരുന്നുള്ളൂ. തിരി ഇതാ ഷാർട്ടിങ് ആയിട്ടുള്ളൂ 7 വരേനുള്ള. ഇതാണ് മയിലാടുമുണ്ടി. ഒരു കുറ്റിക്കുരുമുളക് 1 വർഷമാകുന്നു. 1 വർഷമായിട്ടുള്ളൂ. പിന്നെ കഴിഞ്ഞെല്ലാം 1 വർഷവും ഒരു 2 മാസമായിട്ടുണ്ടാവും. ഇത് നമ്മൾ 1 വർഷം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് മരതകമുണ്ടി എന്നുള്ളതാണ്. ഇത് തിരിയുടെ മരതകമുണ്ടിൻ്റെ ഇതാ തിരികൾ. നമ്മളെ ഈ കുരുമുളകൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പരാണത്തു കൂടെ ആക്കിയതല്ല. പരാണത്തു കൂടെ എത്രയും ഇനകൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ
ഒരു 100 തലമുറ കഴിയേണ്ടി ഒരു 350 ഇനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനെങ്കിൽ. അതേസമയത്ത് 2 ഇനങ്ങൾ തമ്മിൽ യോജിപ്പിച്ചിട്ടാണ് ഇത്രയും ഇനങ്ങൾ. നിങ്ങൾ എവിടെ പോയാലും ഇങ്ങനത്തെ കുരുമുളക് കാണില്ല, പുറത്ത് എവിടുന്ന് കിട്ടില്ല. ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള ആൾക്കാർ അടുത്തുണ്ടാവും. ഇവിടുന്ന് കുറേ പേര് കൊണ്ടുപോയിട്ടുണ്ട് കുരുമുളകുകൾ. അപ്പോൾ ഓരോ വെറൈറ്റിയും വ്യത്യസ്തമായ വെറൈറ്റികളാണ്. നമുക്ക് ഏറ്റവും കുറവ് 400 ഗ്രാം കുറഞ്ഞൊരു കുരുമുളക് നമ്മളിവിടെ ഉണ്ടാക്കില്ല. 1 കിലോ പച്ച ഉണങ്ങി കഴിഞ്ഞാൽ 400 ഗ്രാം കുരുമുളക് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ നമ്മൾ ചെയ്യുന്നത് 8 കൂട്ടം ഇലകൾ കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും പഠിച്ചിട്ടാണ് 25 വർഷം പോലെ നമ്മൾ ഇത് ചെയ്ത് പഠിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തിയത്. നമ്മൾ ഇതിപ്പോൾ കണ്ടെത്തിയെന്ന് പറയാൻ 3-4 വർഷമായിട്ടുള്ളൂ ഈ കുരുമുളകിൻ്റെ ഇനങ്ങൾ ഇങ്ങനെ കണ്ടെത്താൻ പറ്റിയത്. അപ്പോൾ കുറേ വളങ്ങളൊന്നും കൊടുത്ത് കുറേ മരുന്നുകളൊന്നും കൊടുത്തിട്ട് ഇതിനെ സംരക്ഷിക്കേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കൃഷി രീതിയിൽ നമ്മൾ വളരെ നിസ്സാരമായിട്ട് വലിയ പൈസ മുടക്കില്ലാത്തൊരു കൃഷിയാണ് ഞാൻ ചെയ്യുന്നത്. ഈ തൈകളൊക്കെ ഞങ്ങൾ കൊടുക്കാൻ വെച്ച ഒരാളെ ഏൽപ്പിച്ചു പോയതാണ്. അപ്പോൾ അത് കൊടുക്കാനുള്ള തൈകളാണ്. നാഗപ്പതി മോഡലാക്കിയിട്ട് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കും. പക്ഷേ നാഗപ്പതി വെച്ചിട്ട് ആരും സത്യങ്ങൾ പറയില്ല. പിന്നെ ഇത് മുറിച്ച് മാറ്റുമ്പോൾ നമുക്ക് കുറേ നഷ്ടപ്പെടും. ഇതൊക്കെ നമ്മൾ ചെയ്തു നോക്കിയാണ്. പക്ഷേ ഏറ്റവും നല്ല വിജയം ഓപ്പണിൽ കൃഷി ഇതേ രീതിയിൽ കാലിട്ടിട്ട് നമ്മൾ പിന്നെ ഈ മെത്തേഡിൽ പെട്ടെന്ന് ആക്കിയെടുക്കാം. ഒറ്റ ഒന്ന് തന്നെ വേര് പിടിപ്പിച്ചിട്ട് 1 മീറ്റർ 1 മാസം കൊണ്ടാക്കാം. അടുത്തത് നമുക്ക് 3 എണ്ണം വരും, 3 എണ്ണത്തിൽ വെച്ച് കൊടുക്കാം. ഇത് ഒരു നാഗപ്പതി നമ്മൾ മുകളിലോട്ട് ശിഷ്ടമാക്കുക എന്നുള്ളൂ. അതിന് നമ്മളിങ്ങനെ ഈ കവർ വെച്ചാൽ മതി. കപ്പ് വെക്കുന്ന ഇപ്പോൾ എല്ലാവരും കാണിക്കുന്നുണ്ട്. കപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള വേര് കിട്ടില്ല, അത് ചുരുണ്ടി ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഈ നല്ല ഇതിൽ നല്ല കണ്ടീഷനിൽ നല്ല ചടവേര് പോലെ വന്നതിന് ശേഷം മാത്രം നമ്മൾ മുറിച്ച് മാറ്റുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാം. ഒരു വള്ളി 1-2 വള്ളിൻ്റെ ഒരു കൊല്ലത്തിൽ 500 വള്ളി നമുക്ക് ഇതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് കുരുമുളക് കായ്ച്ചിരിക്കും. അവിടെ മുകളിലോട്ട് പോകുന്ന വള്ളിയിൽ നിന്ന് പിന്നെ നമുക്ക് പിന്നെ വേര് പിടിപ്പിച്ചെടുക്കാം. കണ്ണിയുള്ള കുരുമുളക് തന്നെ കിട്ടും. നിങ്ങൾ നോക്കി കണ്ടിട്ട് മനസ്സിലാവും. ഈ സ്റ്റേജിൽ എത്തുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. കെട്ടിക്കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ കണ്ണികളിൽ നിന്ന് വേറെ കണ്ണികൾ ഇത് ഈ രൂപം. പിന്നെ നമ്മൾ ഇതിനെ മാറ്റി ഈ കവറിന്ന് വലിയ കവറിലൊക്കെ അല്ലെങ്കിൽ നിരത്തെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു PVC-ൻ്റെ പൈപ്പോ ഒരു അല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ വാർക്കക്കമ്പി ഇതിൽ പെയിൻ്റ് അടിച്ചിട്ട് നാട്ടിയിട്ട് അതിലേക്ക് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വലിയൊരു കുണ്ടായിട്ട് മാറും. ഇത് തന്നെയാണ് ഇതിൻ്റെ ഈ കുറ്റിക്കുരുമുളുടെ വിജയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കെട്ടിക്കൊടുക്കുന്നതിനനുസരിച്ച് വരുന്നതാണ്. 17 ദിവസം കൂടുമ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ 2 ഇനങ്ങൾ തമ്മിൽ ഒന്നാക്കിയ ഒരു വള്ളിയാണ് ഇത്. ഏത് കുരുമുളക് വരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിൻ്റെ നല്ല ഇലേൻ്റെ ഷേപ്പൊക്കെ നല്ല കണ്ടീഷനാണ്, നല്ല ഇലകളാണ്. ഇപ്പോൾ നമ്മൾ വേര് പിന്നെ അങ്ങനെ ചെയ്ത് വേര് പിടിപ്പിച്ച് വെക്കാം. ഇപ്പോൾ വെച്ചിട്ടുള്ളൂ. വേരിൻ്റെ സ്റ്റാർട്ടിങ് ആയി. ഇതിപ്പോൾ പുതിയ ഒരു വള്ളി ഇതിൽ തന്നെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. ഇത് മാറ്റാം. ഇത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് മാറ്റുമ്പോൾ ഈ 3 മുട്ടുന്ന 3 മുളകൾ വരും. അപ്പോൾ ഇതെന്താണെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ അടിവശമുള്ള പിന്നെ ഇത് കൊണ്ടുപോയിട്ട് ഞങ്ങൾ മരത്തിലിടും, തോട്ടത്ത് കൊണ്ടുപോയിടും. എന്നിട്ട് അതിൽ കുരുമുളക് അങ്ങനെ ഉണ്ട് നോക്കും. എന്നിട്ടേ പേരിടുള്ളൂ. അടുത്ത് ഞങ്ങൾ പിന്നെ വേര് പിടിപ്പിക്കാൻ വെച്ചിട്ടുള്ളൂ. കാപ്പിയുടെ പായലാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാം. പെട്ടെന്ന് വേര് വന്നു. അത്രയും തിരി വന്നുകൊണ്ടിരിക്കുന്നു. ഏത് ഭാഗത്തും എല്ലാ ഭാഗത്തും തിരി വരുന്നുണ്ട്. തിരി വരുന്ന രംഗമാണ് ഇത് കാണുന്നത്. തിരിയിൽ തന്നെ തിരികൾ കൂട്ടമായിട്ട് പൊട്ടിയിട്ടാണ് വരുന്നത് മുന്തിരിമുണ്ടിയിൽ നിന്ന്. ഇന്നത്തെ കുരുമുളക് വിശേഷം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുമല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.